അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ പറ്റിക്കാം. ജസ്റ്റ് നോക്കടാ ആപ്പിൾ വാച്ച്. അപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെ ഐവാച്ചിൻ്റെ ഒരു ഡമ്മി. ഹലോ ഫ്രണ്ട്സ്, ജെയ്സ്റ്റുയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ആപ്പിൾ വാച്ച് അല്ല, ആക്ച്വലി 179 രൂപയ്ക്ക് വാങ്ങിയ ഒരു വാച്ചാണ്. ഇതിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് വെക്കേണ്ടപ്പോൾ നമ്മുടെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഭവമാണിത്. 179 രൂപയ്ക്ക് ഒരു വാച്ച്. അത് ആക്ച്വലി കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഗ്ലാൻസിൽ ആപ്പിൾ വാച്ച് ആണെന്നേ പറയുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആപ്പിൾ വാച്ച് ആണെന്നേ പറയത്തുള്ളൂ. പക്ഷേ ബട്ടൺസൊക്കെ വളരെ ഫേക്കാണ്. ഇത് നമ്മുടെ സാധാരണ ഉത്സവത്തിന് കിട്ടുന്ന ഒരു വാച്ചിൻ്റെ 20 രൂപ, 50 രൂപ, 100 രൂപയുടെ വാച്ചിൻ്റെ അതേ മെഷീൻ തന്നെയാണ് അതിനകത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു LED ഡിസ്പ്ലേ. ആക്ച്വലി ഇത് നമ്മുടെ കാൽക്കുലേറ്ററിലൊക്കെ വരുന്ന ടൈപ്പ് ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ നമുക്ക് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 2012 12 അവർ നമുക്ക് അലാം ഇല്ലാന്ന് തോന്നുന്നു. കാരണം സ്പീക്കറിൻ്റെ സ്ലോട്ടൊന്നും കണ്ടിട്ടില്ല. ഇത് സ്പീക്കറാകാൻ ചാൻസ് കുറവാണ്. എനിവേ ക്വാളിറ്റി അത്ര ഒന്നുമില്ല. നമുക്കിവിടെ കാണാൻ പറ്റും, പ്ലാസ്റ്റിക്കാണ്, അത്ര നല്ല ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷേ നമുക്ക് ജസ്റ്റ് ഫോർ ഫണ്ണായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോഡക്റ്റാണ്. ആമസോണിലുണ്ടോ എന്നറിയില്ല. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. എന്തായാലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് നോയ്സ് ഉണ്ട്, വീഡിയോ എടുക്കുന്ന നമ്മൾ ഔട്ട് സൈഡിലായതുകൊണ്ടാണ് കുറച്ച് നോയ്സ് ഉള്ളത്. പിന്നെ ആണെങ്കിൽ ബാക്ക് സൈഡിൽ സെൻസറൊക്കെ ഫേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 സ്വിച്ചസ് ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്വിച്ച് അല്ല. പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ഗാർഡ് ആക്ച്വലി വരുന്നുണ്ടായിരുന്നു, നമ്മളത് ഇളക്കി കളഞ്ഞു. സ്ക്രീൻ എന്ന് പറയുന്നത് ആക്ച്വലി ടച്ച് അല്ല, അറിയാം. പിന്നെ പ്ലാസ്റ്റിക്കാണ്. ആക്ച്വലി സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ഒന്നുമല്ല, പക്ക സ്ക്രാച്ച് ആവും. പിന്നെ സ്ട്രാപ്പിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ 179 രൂപയ്ക്ക് കിട്ടാവുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രാഫാണ്. പക്ഷേ പ്രീമിയം ക്വാളിറ്റി ഒന്നുമില്ല, ആവറേജ് ക്വാളിറ്റിയും ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ ലോക്കിംഗ് സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ മീ ബാൻഡിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു ലോക്കാണ് വരുന്നത്. എഡ്ജസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അത്ര ഫിനിഷിംഗ് ഒന്നും ഇല്ല. പക്ഷേ ജസ്റ്റ് നമുക്ക് പിള്ളേർക്കൊക്കെ വാങ്ങാൻ പറ്റിയ 179 രൂപയുള്ളൂ. ഡെലിവറി ചാർജ് പോലും ഇല്ലായിരുന്നു. 179 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇതിൻ്റെ പല മോഡൽസ് കിടപ്പുണ്ട്. 160 അങ്ങനെ ഒരു റേഞ്ചിൽ കിടപ്പുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. ഇനി ജസ്റ്റ് ഇതിൻ്റെ പാക്കേജ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പാക്കേജ് എന്ന് പറയുന്നത്. ബ്രാൻഡ് എന്ന് പറയുന്നത് ഷുന്യ. എന്താണ് സംഭവം ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഷുന്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അവർ പറയുന്നത് സ്മാർട്ട് LED BLK. എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. ബോയ്സ് ആൻഡ് ഗേൾസിന് ഉപയോഗിക്കാം. വില കണ്ടാൽ ഞെട്ടും. 999 രൂപയാണ് കിടക്കുന്നത്. ഇത്രയും വില. പക്ഷേ നമുക്ക് 179 രൂപയ്ക്കാണ് കിട്ടുന്നത്. സംഭവം ഇതിവിടെ ഗുജറാത്തിലുണ്ടാക്കുന്നതാണ് പറയുന്നത്. പക്ഷേ സംഭവം ചൈനീസ് ആണെന്ന് കാണുമ്പോൾ അറിയാം. പിന്നെ പാക്കേജൊക്കെ താണ്ടെ ഇങ്ങനെയാണ് വരുന്നത്. എക്സ്ക്ലൂസീവ് വാച്ചസ്, വാറണ്ടി ആയിട്ടല്ല കൊടുത്തേക്കുന്നത്. ഒറിജിനൽ പ്രോഡക്റ്റ് 100% ക്വാളിറ്റി. എൻ്റെ പൊന്നോ. പിന്നെ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്ത് വേറെ വാറണ്ടി പേപ്പർ അല്ലെങ്കിൽ യൂസർ മാനുവൽ ഒന്നും ഇല്ല. ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് വാച്ച് പൊതിഞ്ഞ് വരുമായിരുന്നു ഒരു കവറിനകത്ത്. ഈ ഒരു കവറിനകത്ത് പൊതിഞ്ഞ് വന്നിട്ട് ഈ ഒരു പേപ്പർ കൂടി ഉണ്ടായിരുന്നു. ഇതിനകത്ത് സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറഞ്ഞ് ഗൂഗിൾ പേ ക്യാഷ് ബാക്ക് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ നമ്പറിലേക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊരു സ്കാം പോലെ തോന്നുന്നത് കൊണ്ട് നമ്മളിതൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കളയുക, അത്രേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ വാട്സപ്പിൽ നിന്ന് ചുമ്മാതെ അറിയാത്തൊരാൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനിവേ നമ്മൾ 179 രൂപ മുടക്കി നമ്മൾ ഈ ഒരു സാധനം കിട്ടി നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ പറ്റിക്കാം. ജസ്റ്റ് നോക്കടാ ആപ്പിൾ വാച്ച്. അപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെ ഐവാച്ചിൻ്റെ ഒരു ഡമ്മി. ഫിനിഷിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ വളരെ മോശമാണെന്ന് പറയാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കാവുന്നേ ഉള്ളൂ. പിന്നെ സ്ട്രാഫ് റിമൂവബിൾ ആണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന സ്ട്രാഫ്. ഇങ്ങനെ സൈഡിൽ കൂടി ഉണ്ട്, ഇങ്ങനെ നമുക്ക് സ്ട്രാഫ് ഊരിയെടുക്കാവുന്നതാണ്. ഊരിയെടുത്തിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്ട്രാഫ് ഇടാനാണെങ്കിൽ വേറെ സ്ട്രാഫ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ചൈനീസിൽ നിന്ന് വരുന്ന ചൈന പ്രോഡക്റ്റ് ആയതുകൊണ്ടായിരിക്കാം. തിരിച്ച് കയറുന്നില്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഷുന്യ വാച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ആക്ച്വലി 179 രൂപയ്ക്ക് നമുക്ക് ഒരു ഡമ്മി പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഐവാച്ചിൻ്റെ ഒരു ഡമ്മി പ്രോഡക്റ്റ്. ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പൊക്കോ എക്സ്റ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഫോൺ. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലറിങ് വരുന്നുണ്ട്. അതാണ് ഞാൻ അത്യാവശ്യം സൂം ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. സോ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു പ്രോഡക്റ്റാണ്. ജസ്റ്റ് ചുമ്മാ ഫണ്ണ് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാണക്കേടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ അത്ര ഫിനിഷിംഗ് ആയിട്ടൊന്നുമല്ല ഈ ഒരു ഭാഗമൊക്കെ. സ്ക്രൂ ഒക്കെ ഡമ്മി സ്ക്രൂ ആണെന്നാണ് തോന്നുന്നത്.
നമ്മൾ വലിച്ച് പറിച്ചിളക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെയൊക്കെ ഫിനിഷിംഗ് ഒക്കെ അത്ര നല്ല ഫിനിഷിംഗ് ഒന്നുമല്ല. സോ എന്തായാലും അത്രേ ഉള്ളൂ നിലവിലെ വീഡിയോ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. കാരണം ഇതുപോലത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.